പുതിയൊരു ചാനൽ കൂടെ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. സെയിം പേര് തന്നെയാണ്, ഒരു 2.0 എന്നുകൂടെയുണ്ട്. അതിലും ഒരു സ്റ്റോറി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഒന്ന് കേട്ടു നോക്കി അഭിപ്രായം പറയാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ കൂട്ടുകാരെ. യേശുവും മറിയാമയും പാർട്ട് 28. അങ്ങനെ അവരുടെ ജീവിതം മനോഹരമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അവരുടേതായ കൊച്ചു ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാമായി. അങ്ങനെ ഇരിക്കെ അവരുടെ ഡിവോഴ്സ് കാലാവധി അവിടെ അവസാനിക്കുകയായിരുന്നു. 4 മാസം അങ്ങനെ കൊഴിഞ്ഞു പോയിരുന്നു. യേശുവും മറിയാമയും ഒരു പുഞ്ചിരിയോടെ കോടതിയിലേക്ക് കയറി വരുമ്പോൾ വക്കീലിന്റെ 2 ഭാഗത്തായി 2 വീട്ടുകാരും ഇരിപ്പുണ്ട്. യേശുവിന്റെ മമ്മ വലിയ അഹങ്കാരത്തിലാണ് ഇരിപ്പ്. യാൻവിയും നല്ല പുച്ഛം വാരിയെറിയുന്നുണ്ട്. എന്നാൽ അവന്റെ പാപ്പ ഒരു വിഷമത്തോടെയായിരുന്നു. നമ്മുടെ മറിയാമ്മയുടെ വീട്ടുകാർ നല്ല സന്തോഷത്തോടെയായിരുന്നു ഇരിപ്പ്. മറിയാമ്മയുടെ അച്ഛനും അമ്മയുമായിരുന്നു വന്നിരുന്നത്. കൂടെ കെവിനും ആലിയയുമുണ്ട്. ഈ കഴിഞ്ഞ അവസ്ഥയിൽ പോലും അവൻ എത്രത്തോളം അവളെ ഹാപ്പിയാക്കി വെച്ചിരുന്നെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. അവർ 2 പേരും അങ്ങോട്ട് വന്നതും ഞാൻ പറഞ്ഞ കാലാവധി അവസാനിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് മനസ്സ് തുറക്കാനും പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനും അവസരങ്ങൾ ഏറെ ലഭിച്ചിട്ടുമുണ്ട്. നിങ്ങൾ പരസ്പരം മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി പറ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? വക്കീൽ. അത് കേട്ടതും അവർ പരസ്പരം നോക്കി. പതിവില്ലാത്ത ഒരു ഗൗരവം അവന്റെ മുഖത്ത് അപ്പോൾ മറിയാമ്മ കണ്ടിരുന്നു. നിങ്ങൾക്ക് ഇനി ഡിവോഴ്സ് വേണം എന്നുണ്ടോ? വക്കീൽ. മറിയാമ്മ സന്തോഷത്തോടെ വേണ്ടെന്ന് തലയാട്ടി. അതെ, ഡിവോഴ്സ് വേണം. യേശു. അവൻ ഗൗരവത്തോടെ പറഞ്ഞതോ അത് കേട്ട് മറിയാമ്മ ഞെട്ടിപ്പോയി. അതുപോലെ അവളുടെ ഫാമിലിയും കെവിനും ആലിയും. അത് വലിയൊരു ഷോക്കായിരുന്നു. യേശുവിന്റെ മമ്മ ഒരു പുച്ഛത്തോടെ അവളുടെ ഫാമിലിയെ നോക്കി. യേശു, എന്തേ പറയുന്നേ? മറിയാമ്മ ഒരു ഞെട്ടലോടെ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവൻ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ആ കൈ എടുത്തു മാറ്റി. യേശു, നിനക്കെന്താ ഭ്രാന്തായോ? നീ എന്താ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? ഡിവോഴ്സ് വേണമെന്നാ പറഞ്ഞത്. ഏട്ടനെ ചെവിക്ക് പ്രോബ്ലം ഒന്നുമില്ല. ഏട്ടന്റെ തീരുമാനം എല്ലാവരും കേട്ടതാണല്ലോ. ഇനി പെട്ടെന്ന് തീരുമാനം വേണം. ഡിവോഴ്സ് എന്ന് പറഞ്ഞ് ഒരുപാട് നീട്ടിക്കൊണ്ടു പോകാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. ഇന്ന് തന്നെ 2 പേരും അതിൽ ഒപ്പിടണം. യേശു മമ്മ. യേശുയാസ്, ഡിവോഴ്സ് വേണമെന്ന് തന്നെയാണോ തീരുമാനം? അതെ, എനിക്ക് ഡിവോഴ്സ് വേണം. മറിയാമ്മ ഒരു ഞെട്ടലോടെ അവനെ നോക്കി. യേശു, നീ എന്താ ഈ പറയുന്നേ? ഇന്ന് പെട്ടെന്ന് ഇതെന്ത് പറ്റി? മറിയാമ്മ. അവനെ കുലുക്കിക്കൊണ്ട് അവൾ ചോദിച്ചതും മറിയ, ലീവ് മീ അലോൺ. അവളെ നോക്കാതെ യേശു അത് പറഞ്ഞതും അവളൊന്ന് ഞെട്ടിക്കൊണ്ട് കൈയെടുത്തു. എന്റെ മുഖത്തേക്ക് നോക്കി പറ യേശു. എനിക്കിനി ഒന്നും പറയാനില്ല. ഹോഹോ, ഇനി നിനക്കൊന്നും പറയാൻ കാണില്ല എന്നും നിന്റെ കഥയിലെ കളിപ്പാവ ഞാനാണല്ലോ. ഇപ്പൊ ഇതാ വീണ്ടും. ഇത്രയും ദിവസം എന്നോട് സംസാരിച്ച് എൻ്റെ കൂടെ നിന്നിരുന്ന യേശു എവിടെ പോയി? അതോ സ്വന്തം വീട്ടുകാരുടെ മുമ്പിൽ ഒരു ഭാര്യയായി കാണാൻ കയ്യിലായിരിക്കും അല്ലേ? അല്ലെങ്കിലും അതാണല്ലോ പതിവ്. നിന്നെ വിശ്വസിച്ച ഞാനിപ്പോ ആരായി? സങ്കടത്തോടെ അവന്റെ കോളർ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും ദേഷ്യത്തിൽ യേശുവിന്റെ മമ്മ വന്ന് മറിയെ പുറകിലേക്ക് തള്ളിയതും വീയാൻ പോയ മറിയയെ കെവിൻ ഓടിപ്പോയി പിടിച്ചിരുന്നു. ദേ തള്ളെ, സൂക്ഷിച്ചു വേണം. ആലിയ ദേഷ്യത്തിൽ പറഞ്ഞതും മറിയാമ്മ അപ്പോഴും യേശുവിനെ തന്നെ നോക്കുമായിരുന്നു. യേശു ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഗൗരവത്തിൽ നിൽപ്പായിരുന്നു. വീണ്ടും നിന്നെ ഞങ്ങൾ വിശ്വസിച്ചു പോയി. ഇനിയും ഞങ്ങളുടെ മോളെ വെച്ച് ഒരു പരീക്ഷണത്തിന് ഞങ്ങൾ ഒരുക്കമല്ല. മറിയാമ്മയുടെ അച്ഛൻ. അവന്റെ തീരുമാനം മോള് കേട്ടില്ലേ? എന്താ നിന്റെ തീരുമാനം? മറിയാമ്മയുടെ അമ്മ. അവൾ വേദനയോടെ ഒന്ന് അവരെ നോക്കി. ഇവന് ഓതിന്റെ സ്വഭാവമാണ്. നീ ഇനിയും അത് വിശ്വസിക്കാൻ നിൽക്കേണ്ട. ആലിയ. ഡി, നിന്റെ വാ പൂട്ടുന്നതാ നിനക്കൊക്കെ നല്ലത്.
ഇവരുടെ ഡിവോഴ്സ് എന്നോ പറഞ്ഞതാണ്. അതിതുവരെ നീണ്ടു. അത്രയേ ഉള്ളൂ. മോനെ, നീ ഇവരുടെ സംസാരം കേൾക്കാതെ ഒപ്പിടാൻ നോക്ക്. യേശുവിടെ അമ്മ. എല്ലാവരും ഒന്ന് നിർത്തുന്നുണ്ടോ? ഇത് ഇവരുടെ ജീവിതമാണ്. അത് ഇവർ തീരുമാനിക്കണം. അല്ലാതെ നിങ്ങളെല്ലാം കൂടി വിഷയം വഷളാക്കാൻ നിൽക്കരുത്. വക്കീൽ അത് കേട്ടതും എല്ലാവരും ഒന്ന് അടങ്ങി നിന്നു. മറിയാമ്മ സങ്കടത്തോടെ അവനെ ഒന്ന് നോക്കി. അവളുടെ വയറിലേക്ക് അവൾ കൈവച്ചു. അവളുടെ ആ പ്രവൃത്തി യേശു ശ്രദ്ധിച്ചിരുന്നു. ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചത് നിങ്ങളാണ്. നിങ്ങൾ തന്നെ പറയണം. ബാക്കി അവന്റെ തീരുമാനം അവൻ പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തോടെ ഒരു ഡിവോഴ്സ് കഴിഞ്ഞ് ഞങ്ങൾക്ക് പോകണം. ഇവിടെ വെറുതെ കിടന്ന് വട്ടം തിരിയാൻ ഞങ്ങൾക്ക് ടൈമില്ല. യേശുയുടെ അമ്മ, നീ ഒന്ന് വാ അടുക്ക്. യേശു, നീ എന്ത് തീരുമാനിച്ചാലും നിന്റെ മനസാക്ഷിക്ക് അത് അംഗീകരിക്കാനാവണം. യേശുയുടെ പപ്പ അത്രയൊക്കെ പറഞ്ഞിട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ യേശുവിനെ മറിയാമ്മ വേദനയോടെ നോക്കി. ഡിവോഴ്സ് നൽകാൻ ഞാൻ റെഡിയാണ്. മറിയാമ്മ അവളുടെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടതും യേശുവും കെവിനും ഒന്ന് ഞെട്ടി. മറിയ, നീ ആലോചിച്ചിട്ട് തന്നെയാണോ? കെവിൻ, നിർത്ത് കെവിൻ. ഒരുപാട് പ്രാവശ്യം ഞാൻ ഇയാളെ വിശ്വസിച്ചു, സ്നേഹിച്ചു. ഇന്ന് ഇയാളിവിടെ എത്തിയപ്പോയേക്കും എന്നെയും എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും വേണ്ട എന്നാണെങ്കിൽ അത് പറഞ്ഞ് ഒന്ന് നിർത്തി. എന്നാ എനിക്കും വേണ്ട. എന്നാൽ അവളുടെ സംസാരം കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി. കുഞ്ഞോ? യേശു അമ്മ, മോൾ പ്രഗ്നന്റ് ആണോ? മറിയാമ്മയുടെ അമ്മ. മറിയമ്മ അതിന് മറുപടി ഒന്നും കൊടുത്തില്ല. യേശു, ഇവൾ പ്രഗ്നന്റ് ആണ്, എന്നിട്ടാണോ നീ ഡിവോഴ്സ് എന്ന് പറയുന്നത്? യേശു പപ്പ, അതിനെന്താ, പ്രഗ്നന്റ് ആണെന്ന് വിചാരിച്ച് ഡിവോഴ്സ് വേണ്ട എന്നാണോ? യേശു അമ്മ, പിന്നെ അവള് നോക്കട്ടെ, അവളുടെ കുഞ്ഞല്ലേ, ഡിവോഴ്സ് നടക്കട്ടെ. അതേടി, അത് അവളുടെ കുഞ്ഞ, അവൾ നോക്കിക്കോളും. എന്തായാലും നിന്റെയൊന്നും ഔദാര്യം അവൾക്ക് വേണ്ട. മോളെ, കുഞ്ഞിനെ ഓർത്ത്. മറിയാമ്മയുടെ അമ്മ, ഇതോർത്ത് ആരും ഇനി പറഞ്ഞ വാക്ക് പിൻവലിക്കണ്ട. ഈ കുഞ്ഞ് എൻ്റെ ഉള്ളിൽ വളരുന്നത് അവന് നന്നായി അറിയാമായിരുന്നില്ലേ? എൻ്റെ കുഞ്ഞിനെ ഒരു അമ്മ എന്ന നിലയിൽ നിന്ന് ഞാൻ നോക്കിക്കോളും. ആരും അതിൽ പേടിക്കണ്ട. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് മറിയാമ്മ പറഞ്ഞു നിർത്തിയതും ആരും അവിടെ മിണ്ടിയില്ല. വക്കീൽ രണ്ടുപേരെയും ഒന്ന് നോക്കിക്കൊണ്ട്, ഡിവോഴ്സ് ഒപ്പിടാനുള്ള പേപ്പർ അവരുടെ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട്. ഗൗരവത്തിൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന യേശുവിനെ മറിയാമ്മ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകൾ അപ്പോഴും നിറയുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ തീരുമാനം അത് തന്നെയല്ലേ? നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമില്ല എന്ന് തന്നെയാണെങ്കിൽ അങ്ങനെ തന്നെയാവട്ടെ. ഞാനൊരു അവസരം നിങ്ങൾക്ക് നൽകി. ഇനി നിങ്ങളുടെ ഇഷ്ടം. ഇതിൻ്റെ പേരിൽ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരരുത്. ഒരു വിവാഹ ജീവിതം തുടങ്ങാൻ എന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിലാണ് കാര്യം. എന്ത് കാര്യത്തിലാണെങ്കിലും ഒരു ഭാര്യയും ഭർത്താവും പരസ്പരം നൽകേണ്ട കാര്യങ്ങളുണ്ട്. പരസ്പരം മനസ്സിലാക്കാനും എന്ത് വന്നാലും സഹിക്കാനും തയ്യാറാവണം. അവർ രണ്ടുപേരും പരസ്പരം ഹാപ്പിയാണോ, എന്തിനും ഏതിനും കൂടെ നിൽക്കുമോ എങ്കിൽ അവർക്ക് സമാധാനത്തോടെ ജീവിക്കാം. ജീവിതം ഇങ്ങനെയാണ്. ഒരുപാട് പ്രശ്നം വന്നേക്കാം. അല്ലാതെ എല്ലാ സന്തോഷത്തിലാവണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ഒരു ചെറിയ പ്രശ്നം വന്നേക്കും മതി അവരുടെ കൂടെയുള്ള ജീവിതം എന്ന് പറഞ്ഞ് അവസാനിക്കാൻ പോകാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ജീവിതം അവിടെ അവസാനിക്കുന്നില്ല, വീണ്ടും തുടങ്ങുന്നേ ഉള്ളൂ. എല്ലാം ഒന്ന് ആലോചിക്കുന്നതും നല്ലതാണ്. അതുമല്ല, എവ ഇപ്പോൾ പ്രഗ്നന്റ് ആണ്. ഈ കുട്ടിയെ എന്താ ഒരു അച്ഛനില്ലാതെ വളർത്താനാണോ നിങ്ങളുടെ ഉദ്ദേശം? അതോ അമ്മയില്ലാതെയോ? നിങ്ങൾക്ക് അച്ഛനും അമ്മയും കിട്ടി. നിങ്ങൾ കാരണം ആ കുട്ടിക്ക് അതെല്ലാം നഷ്ടമാക്കി കൊടുക്കണോ? വക്കീലൊന്ന് നിർത്തുന്നുണ്ടോ? ഇവർക്ക് ഡിവോഴ്സ് നൽകാനല്ലേ നിങ്ങളിവിടെ നിൽക്കുന്നത്? അത് ചെയ്താൽ മതി. യേശുവിൻ്റെ അമ്മ അവർ ദേഷ്യത്തിൽ പറഞ്ഞതും, ഞാനിവിടെ നിൽക്കുന്നത് വരുന്നവർക്കെല്ലാവർക്കും ഡിവോഴ്സ് നൽകാനല്ല, പറഞ്ഞു മനസ്സിലാക്കി എങ്ങനെ തിരുത്താം എന്ന് നോക്കാൻ വേണ്ടിയാ. പിരിയാൻ മാത്രമുള്ള പ്രശ്നമുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ ചെയ്തു കൊടുക്കും. പക്ഷേ ഇവരുടെ കാര്യത്തിൽ അങ്ങനെ പിരിയാൻ മാത്രം ഒരു കാരണം എനിക്കുണ്ടെന്ന് തോന്നിയില്ല.
അതുകൊണ്ടാണ് ഇവർ ഇങ്ങനൊരവസരം ഞാൻ നൽകിയത്. കാരണമില്ലെന്ന് നിങ്ങളങ്ങോട്ട് പറഞ്ഞാൽ മതിയോ? യേശുമമ്മ, ആ കാരണമുണ്ട്. അത് നിങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളില്ലാതെ ഇവരെ തനിച്ചു നിൽക്കാൻ ഞാൻ പറഞ്ഞു വിട്ടത്. വക്കീൽ നല്ല ദേഷ്യത്തിലായിരുന്നു പറഞ്ഞത്. അത് കേട്ടതും യേശുവിൻ്റെ മമ്മക്ക് അതങ്ങ് ഇഷ്ടമായില്ല. മോനെ, നീ ആ പേപ്പറിൽ ഒപ്പിട്ടെ. യേശു മമ്മ, അതെന്താ മമ്മ? അവർ പറഞ്ഞത് മമ്മക്ക് ഇഷ്ടമായില്ലേ? പറഞ്ഞതിൽ തെറ്റുള്ളതായി മമ്മക്ക് തോന്നിയില്ല. അവർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അവൻ ചോദിച്ചു. വക്കീൽ നല്ല ദേഷ്യത്തിലായിരുന്നു പറഞ്ഞത്. അത് കേട്ടതും യേശുവിൻ്റെ മമ്മക്ക് അതങ്ങ് ഇഷ്ടമായില്ല. മോനെ, നീ ആ പേപ്പറിൽ ഒപ്പിട്ടെ. യേശു മമ്മ, അതെന്താ മമ്മ? അവർ പറഞ്ഞത് മമ്മക്ക് ഇഷ്ടമായില്ലേ? പറഞ്ഞതിൽ തെറ്റുള്ളതായി മമ്മക്ക് തോന്നിയില്ല. അവർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അവൻ ചോദിച്ചു. അത് കേട്ടതും അവരൊന്ന് അമ്പരന്നു. മോനെ, നീ ഇവരുടെ സംസാരം കേട്ട് എന്താ വിളിച്ചു പറയുന്നേ എന്ന ബോധമുണ്ടോ? യേശു മമ്മ, ഉണ്ട്, നല്ല ബോധമുണ്ട്. നിങ്ങളുടെ പ്രതികരണം എന്താകുമെന്നറിയാൻ വേണ്ടിയാണ് ഞാനും ഇവളും ഇത്രയും നേരം ഇവിടെ ഡിവോഴ്സ് എന്ന നാടകം കളിച്ചതുപോലും. യേശു മറിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും മറിയ ഒരു പുഞ്ചിരിയോടെ എല്ലാവരെയും നോക്കി. അപ്പോഴാണ് കെവിനും ഹാലിയേക്കും അവളുടെ ഫാമിലിക്കും ഒരു സമാധാനമായത്. പക്ഷേ മേരി അവരൊന്ന് ഞെട്ടിപ്പോയിരുന്നു. മോനെ, മമ്മയെ ദ്രോഹിച്ച ഇവളെയാണോ നീ ചേർത്ത് പിടിക്കുന്നത്? അല്ല, നിങ്ങൾ വേദനിപ്പിച്ച മറിയെയാണ് ഞാൻ ചേർത്ത് പിടിച്ചത്. ചേട്ടൻ എന്തൊക്കെ പറയുന്നേ? തുടരും. നമ്മുടെ കഥ ഇവിടെ വേഗാതെ അവസാനിക്കാൻ പോകുകയാണ്. ഒരു പാർട്ടും കൂടെയോ ഏറിപ്പോയാൽ ഉണ്ടാവുകയുള്ളൂ.